ഓക്കെ, നമുക്കിനി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആണ് എടുക്കാനുള്ളത്. നമ്മൾ ബേസിക് ഓർഗാനിക്കൽ ഓൾറെഡി എന്താണ് അരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരോമാറ്റിസിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ കൂടുതൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ് ബെൻസീനാണ്. ബെൻസീനെയാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ബെൻസീൻ്റെ പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ബെൻസീൻ എന്ന് പറയുന്നതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫീൻ. ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല C6H6 ആണ്. ബെൻസീൻ ഒരു കളർലെസ് ലിക്വിഡാണ്. കളർലെസ് ലിക്വിഡ്. ബെൻസീൻ എന്ന് പറയുന്നതിൻ്റെ കാർബൺ കാർബൺ ബോണ്ട് ഓർഡർ, കാർബൺ ടു കാർബൺ ബോണ്ട് ഓർഡർ 1.5. സിംഗിൾ ബോണ്ടും അല്ല, ഡബിൾ ബോണ്ടും അല്ല, റെസണൻസ് ഉള്ളതുകൊണ്ട് 1.5 ആണ് ബോണ്ട് ഓർഡർ. ബെൻസീൻ ഐസൊലേറ്റ് ചെയ്തത് മൈക്കൽ ഫാരഡേ ആണ്. ഐസൊലേറ്റ് ചെയ്തത് മൈക്കൽ ഫാരഡേ. ബെൻസീൻ ഐസൊലേറ്റഡ് ബൈ മൈക്കൽ ഫാരഡേ. ബെൻസീൻ്റെ സൈക്ലിക് സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് കെക്യൂലെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. കെക്യൂലെ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ബോണ്ട് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള റെസണൻസ് സ്ട്രക്ചർ ഇല്ലടാ, ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് കെക്യൂലെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. കെക്യൂലെ. ഓക്കെ, പിന്നെ ബെൻസീൻ എന്ന് പറയുന്നത് പുകഞ്ഞ് കത്തുന്ന ആളാണ്. കത്തുമ്പോൾ നല്ല പുകയുണ്ടാവും, നല്ല സ്മോക്ക് ഉണ്ടാവും. ബേൺ ഇൻ സൂട്ടി ഫ്ലെയിം എന്നാ പറയാം. ബേൺ ഇൻ സൂട്ടി ഫ്ലെയിം. പുകഞ്ഞു കത്തും. ഓക്കെ, ബേൺ ഇൻ സൂട്ടി ഫ്ലെയിം. ഇതാണ് ബെൻസീൻ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോയിന്റ്സ് പറഞ്ഞു, പ്രിപ്പറേഷനിലേക്ക് കടന്നു നോക്കാം. പ്രിപ്പറേഷൻ ഈസിയാണ്. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യുക, നോർമൽ ഹെക്സൈൻ എടുത്തിട്ട് അരോമറ്റൈസേഷൻ നടത്താം. നോർമൽ ഹെക്സൈൻ, ഈ റിയാക്ഷൻ ഓൾറെഡി ഞാൻ ആൽക്കൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമൽ ഹെക്സൈന് അരോമറ്റൈസേഷൻ നടത്താം. റിയാക്ഷൻസ് ഒക്കെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ബെൻസീൻ കിട്ടും. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ കുറച്ച് നേരം മുന്നേ നമ്മുടെ ആൽക്കൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസറ്റ്ലീനെ നമ്മൾ സൈക്ലിക് പോളിമറൈസേഷൻ നടത്താം. അസറ്റ്ലീനെ സൈക്ലിക് പോളിമറൈസേഷൻ നടത്താം. അപ്പം നിങ്ങൾക്ക് ബെൻസീൻ കിട്ടും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഫീനോൾ എടുത്തിട്ട് സിങ്ക് ഡസ്റ്റുമായി ട്രീറ്റ് ചെയ്യാം. സിങ്ക് ഡസ്റ്റുമായി ട്രീറ്റ് ചെയ്യാം. ഫീനോൾ ഓക്സിജൻ പോയിട്ട് അത് ബെൻസീൻ ആവും. ഓക്കെ, ഫീനോൾ വിത്ത് റിഡക്ഷൻ ഓഫ് ഫീനോൾ എന്നാ പറയാം. ഫീനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ്, റിഡക്ഷൻ ഓഫ് ഫീനോൾ. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഡീകാർബോക്സിലേഷൻ നടത്താം. സോഡിയം ബെൻസോവേറ്റ് എടുക്കാം. എന്താ എടുക്കണ്ടേ? സോഡിയം ബെൻസോവേറ്റ്. ഈ സോഡിയം ബെൻസോവേറ്റിനെ നിങ്ങൾ സോഡ ലൈം ഉപയോഗിച്ചാൽ മതി. NaOH + CaO, സോഡ ലൈം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബെൻസീനാവും. സോഡിയം ബെൻസോവേറ്റ് സോഡ ലൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെൻസീനായിട്ട് മാറും. ഇതാണ് NCERT പറയുന്ന മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് രണ്ട് നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. 3 റിഡക്ഷൻ ഓഫ് ഫീനോൾ, 4 സോഡ ലൈം ഡീകാർബോക്സിലേഷൻ ഓഫ് സോഡിയം ബെൻസോവേറ്റ്. ഓക്കെ, ഇതാണ് പ്രിപ്പറേഷൻസ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഞാനിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കളർലെസ് ലിക്വിഡാണ്, ബേൺസ് ഇൻ സൂട്ടി ഫ്ലെയിം ആണെന്നൊക്കെ. അത് തന്നെയുള്ളൂ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഓക്കെ, പിന്നെ NCERT-കകത്ത് നാഫ്തലീൻ ഈ അരോമാറ്റിക് കോമ്പൗണ്ട്സിന് ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ല് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക് അരോമ എന്നൊക്കെ പറയും. നാഫ്തലീൻ ആ സാധനം ഉണ്ട്. നാഫ്തലീന് ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ല് മോത്ത് റിപ്പലൻറ്റ് പ്രോപ്പർട്ടി കാണിക്കും. നിങ്ങൾ വാഷ് ബേസസിലൊക്കെ നമ്മൾ പാറ്റ ഗുളിക എന്നൊക്കെ മലയാളത്തിൽ പറയും. നാഫ്തലീൻ ബോൾസ് കണ്ടിട്ടായിരിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോത്ത്, അതായത് പ്രാണികൾ വല്ലാണ്ട് അതിലോട്ടൊക്കെ എന്തില്ല വരില്ല. അതതിൻ്റെ സ്മെല്ലുണ്ടാകും. ആ സ്മെല്ലിൻ്റെ കാരണം അത് അരോമാറ്റിക് കോമ്പൗണ്ട് ആയതുകൊണ്ടാണ്. അരോമാറ്റിക് കോമ്പൗണ്ടുകൾക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലുണ്ടാവുന്ന പറയാം. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഞാൻ ഓരോന്നായിട്ട് പറയാം. എൻ്റെ കയ്യിൽ ബെൻസീൻ ഉണ്ട്. ബെൻസീനിൽ ഒരു H ഞാൻ ചേർക്കുന്ന ഇലക്ട്രോഫൈൽ ബെൻസീനിൽ ഒരു H-ന് പകരം എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. ബെൻസീനിൽ ഒരു H വന്നിട്ട് അതിന് പകരം ഞാൻ ചേർക്കുന്ന ഇലക്ട്രോഫൈൽസ് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഇതിലോട്ടേക്ക് വേണമെങ്കിൽ എന്തിനാ ആഡ് ചെയ്യാം മക്കളെ? ക്ലോറിൻ ഒരു ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യാം. AlCl3 ആഡ് ചെയ്യാം.
ഓർ FeCl3. ഓക്കെ, ക്ലോറിനും AlCl3 കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് Cl+ ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നുള്ളതാണ്. നിങ്ങളത് ക്ലോറിനേഷൻ തന്നെ ആക്കണമെന്നില്ല. ബ്രോമിൻ FeBr3 ആഡ് ചെയ്താൽ അവിടെ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് നോക്കുക, അവിടെ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യും. ആരാന്ന് ഞാൻ പറയാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അതിലോട്ടേക്ക് വെറും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഫ്യൂമിങ് SO3 ഉപയോഗിക്കും. ഫ്യൂമിങ് SO3. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അതിലോട്ടേക്ക് ഏതെങ്കിലും ഒരു RCl ആഡ് ചെയ്യും, ആൽക്കൈൽ ക്ലോറൈഡ് RCl പ്ലസ് AlCl3 ആഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ അതിലോട്ടേക്ക് ഒരു അസൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യും, RCOCl പ്ലസ് AlCl3. ഇതൊക്കെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ടെക്സ്റ്റിൻ്റെ അകത്ത് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വണ്ണിൽ ഉണ്ടാകുന്ന ഇലക്ട്രോഫൈൽ ക്ലോറിനും AlCl3 നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇലക്ട്രോഫൈൽ Cl+ ആണ്. അത് ബെൻസീൻ Hന് പകരം റീപ്ലേസ് ചെയ്യും. ബ്രോമിനും FeBr3 ചേർത്താൽ ഉണ്ടാകുന്നത് Br+ ആണ്. HNO3 H2SO4 ചേർത്താൽ അതിൽ HNO3 ബേസിനെ പോലെ ആക്ട് ചെയ്യുകയും അവിടെ നിന്ന് OH- വെളിയിൽ പോയിട്ട് HNO3 OH- വെളിയിൽ പോയിട്ട് NO2+ ഉണ്ടാവും, ഇലക്ട്രോഫൈൽ. സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഫ്യൂമിങ് SO3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഫൈൽ ആയിട്ട് വരുന്നത് SO3 ആയിരിക്കും. അത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ SO3H ആയി മാറും. ഇലക്ട്രോഫൈൽ RCl ഉപയോഗിച്ച് കഴിഞ്ഞാൽ RCl AlCl3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ Cl- AlCl3 വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഇലക്ട്രോഫൈലായിട്ട് R+ ഉണ്ടാവും. അസൈൽ ക്ലോറൈഡ് RCOCl പ്ലസ് AlCl3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ Cl- AlCl3 വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ അസൈലിയം അയോൺ ഉണ്ടാവും. ഓക്കെ, നമുക്ക് റിയാക്ഷൻസിന് ഓരോ പേര് പറയാം. ഫസ്റ്റ് റിയാക്ഷൻ്റെ പേരാണ് ക്ലോറിനേഷൻ, സെക്കൻഡ് റിയാക്ഷൻ്റെ പേരാണ് ബ്രോമിനേഷൻ, തേർഡ് റിയാക്ഷൻ്റെ പേരാണ് നൈട്രേഷൻ, അടുത്ത റിയാക്ഷൻ്റെ പേരാണ് സൾഫോണേഷൻ, അടുത്ത റിയാക്ഷൻ്റെ പേരാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അടുത്ത റിയാക്ഷൻ്റെ പേരാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഇങ്ങനെയൊക്കെയാണ് റിയാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ പ്രൊഡക്റ്റ് നോക്കി നോക്കാം. ബെൻസീനിലെ Hന് പകരം ആളുകൾ വന്ന് കയറാൻ പോവുകയാണ്. നോക്കടാ, Hന് പകരം ക്ലോറിനേഷൻ Cl+ ഉപയോഗിച്ചാൽ Cl കയറും, ബ്രോമിൻ കയറും. HNO3 നിങ്ങൾ ചേർത്ത് കോൺസെൻട്രേറ്റ് HNO3 പ്ലസ് H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ NO2 പോയി കയറും. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയി അറ്റാക്ക് ചെയ്യുന്നത് SO3 ആണെങ്കിലും അത് അറ്റാക്ക് ചെയ്ത് ഫൈനൽ ലീവിങ് എല്ലാം നടന്നു കഴിഞ്ഞാൽ അത് SO3H ആയി മാറും, സൾഫോണിക് ആസിഡ് ആവും. RCl നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ടും മാറടാം, അവിടെ ആൽക്കൈൽ ബെൻസീനായിട്ട് മാറും. R+ ആണ് ജനറേറ്റ് ചെയ്യുക, അത് ആൽക്കൈൽ ബെൻസീനായിട്ട് മാറും. നിങ്ങൾ RCOCl ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് COR അസൈൽ ബെൻസീനായിട്ട് മാറും. ഓക്കെ, ഇതാണ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1-2 റിയാക്ഷൻസ് കൂടെ അതിൽ പറയാനുണ്ട്. നോക്ക്, ബെൻസീൻ ഞാൻ എടുത്തു. എന്താ ബെൻസീൻ. ഈ C6H6 എന്ന് പറയുന്ന ബെൻസീനിലേക്ക് ഞാൻ ക്ലോറിൻ എക്സസ് FeCl3 അല്ലെങ്കിൽ AlCl3 ആഡ് ചെയ്തു. ക്ലോറിനേഷനാണ്. ഞാൻ ക്ലോറിൻ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്ലോറോബെൻസീൻ അല്ലേ കിട്ടണേ. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറോബെൻസീൻ കിട്ടും. എക്സസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കാം. അല്ലെങ്കിൽ ഞാൻ ക്ലോറിൻ ഒരു 3 കലൻ ക്ലോറിൻ സൺലൈറ്റിൽ ആഡ് ചെയ്തു 500 കെൽവിനിൽ. രണ്ട് മെക്കാനിസം മക്കൾ നടക്കണം. ഫസ്റ്റ് വൺ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് വൺ അഡീഷൻ നടക്കുക, ഫ്രീ റാഡിക്കൽ അഡീഷൻ. രണ്ടും ഈസ് എ കൈൻഡ് ഓഫ് ക്ലോറിനേഷൻ ആൻഡ് ഐ ക്യാൻ ഷോ യു ദ ഡിഫറൻസ്. ഫസ്റ്റ് വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് ഇതെല്ലാം ക്ലോറിൻ വന്ന് കയറും. ഓക്കെ, ഇതെല്ലാം ക്ലോറിൻ വന്ന് കയറും. സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും ആൻഡ് യു വിൽ ഗെറ്റ് എക്സാക്ലോറോബെൻസീൻ. അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ് ആണ്. 6 ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ 6 ക്ലോറിൻ ആയിരിക്കും. എന്നാൽ അതേസമയം സൺലൈറ്റിലാണ് റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ കുറച്ച് വ്യത്യാസം വരും. അത് എക്സാക്ലോറോബെൻസീൻ വരില്ല, ബെൻസീൻ എക്സാക്ലോറൈഡ് ആയിട്ട് മാറും. അതായത് അഡീഷൻ നടക്കും. ബോണ്ട് പൊട്ടിയിട്ട് ആളുകൾ വരും, ബോണ്ട് പൊട്ടിയിട്ട് ക്ലോറിൻ വരും. ബോണ്ട് നിൽക്കവേ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതല്ല, അതാണ് ഫസ്റ്റ് വണ്ണ്. ബോണ്ട് പൊട്ടിയിട്ട് ക്ലോറിൻ വരും, ബോണ്ട് പൊട്ടിയിട്ട്.
ബോണ്ട് പൊട്ടിയിട്ട് ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിന് മാറ്റമുണ്ട് മക്കളെ. ഇത് ആക്ച്വലി പാരൻ സൈക്ലോഹെക്സൈൻ ആണെങ്കിൽ പോലും നമ്മളിതിൻ്റെ പേര് പറയുമ്പോൾ ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്നാണ് പറയാം. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. C6H6 ഒരു 6 Cl കൂടെ വന്നു എന്നുള്ളതാണ്. C6H6Cl6 രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. രണ്ടും കൺഫ്യൂഷൻ ആവരുത്. രണ്ടിൻ്റെയും പേര് ക്ലോറിനേഷൻ ആണ്, പക്ഷേ രണ്ടിൻ്റെയും കണ്ടീഷൻ വ്യത്യാസമുണ്ട്. ഒന്ന് ലൂയിസ് ആസിഡ് ആയിട്ടുള്ള AlCl3 പ്രസൻസിലാവുന്നതുകൊണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. രണ്ട് ലൈറ്റിൻ്റെ പ്രസൻസിലായതുകൊണ്ട് ഫ്രീ റാഡിക്കൽ അഡീഷൻ നടക്കുന്നു. ഇനി വേണമെങ്കിൽ ബെൻസീനെ ഞാനൊന്ന് ഓസണലൈസ് നടത്തി വെക്കണം. ബെൻസീനെ ഓസണലൈസിസ്. ഓക്കെ, ബെൻസീന് ഓസോണലൈസിസ് നടത്തി കഴിഞ്ഞാൽ O3 ഫോളോഡ് ബൈ ZnH2O ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ്റെ ഈ ബോണ്ടുകൾ പൊട്ടിയിട്ട് എത്രയാണോ ബോണ്ടുകളുള്ളത് അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഓക്സിജൻ ആഡ് ആവണം. അപ്പുറം ഓക്സിജൻ ആഡ് ആവില്ലേ, അതല്ലേ ഓസോണലൈസ് എന്ന് പറയുന്നത്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, അപ്പുറം ഓക്സിജൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ബാക്കിയുണ്ടാവും ഒരു പ്രൊഡക്റ്റ്, ഇതും ബാക്കിയുണ്ടാവും സെക്കൻഡ് പ്രൊഡക്റ്റ്, ഇതും ബാക്കിയുണ്ടാവും തേർഡ് പ്രൊഡക്റ്റ്. അത് വായിക്കാൻ പറ്റൂടാ. ഇവിടെയൊക്കെ CH അല്ലേ, ഇനി ഒന്ന് വായിച്ചു തരാൻ പറ്റും. ഡബിൾ ബോണ്ടൊക്കെ പൊട്ടി ഒഴിവായി. ഇത് ഏതാ പ്രൊഡക്റ്റ്? CHO കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? CHO 1, CHO 2, CHO 3. I'll say ബെൻസീൻ ഓസോണലൈസ് നടത്തി കഴിഞ്ഞാൽ 3 മോളിക്യൂൾ CHO കിട്ടും. CHO ഇസ് കോൾഡ് ഗ്ലയോക്സാൽ. എന്താ വിളിക്കുക? ഗ്ലയോക്സാൽ. ഓക്കെ, ഇതാണ് ബെൻസീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു ചെറിയ പോയിന്റ്, ഒന്നുമില്ല. ഒന്നിൽ കൂടുതൽ ബെൻസീൻ ന്യൂക്ലിയസ് ഉള്ള കോമ്പൗണ്ടുകൾ നമ്മൾ കാർസിനോജനിക് കോമ്പൗണ്ട് എന്ന് പറയും. പോളിന്യൂക്ലിയർ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ബെൻസീൻ ഉള്ള ആളുകൾ അവരൊക്കെ ആക്ച്വലി ക്യാൻസർ കോസിംഗ് ആണ്. ദർ സിംപ്ലി കാർസിനോജനിക്. ക്യാൻസർ കോസിംഗ് സബ്സ്റ്റൻസ് ആർ കോൾഡ് കാർസിനോജനിക്. എക്സാമ്പിളാണ് ബെൻസാൻഡ്രസീൻ. NCERT കാത്തിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ബെൻസാൻഡ്രസീൻ, ബെൻസ്പൈറീൻ, 3-methyl കൊളാൻഡ്രീൻ, ഡൈബെൻസാൻഡ്രസീൻ, അങ്ങനെ കുറച്ച് എക്സാമ്പിൾ ഉണ്ട്, പഠിച്ചാൽ മതി. നമുക്ക് ഈ ക്വസ്റ്റ്യൻസോടെ ചെയ്ത് നോക്കിയാലോ? നോക്കടാ. In halogenation of aromatic hydrocarbon, halogen carrier is used in generally Lewis acid. The main function of the reagent is, ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ലോറിൻ AlCl3 ഉപയോഗിക്കുന്നത്? ഹു ഈസ് AlCl3? ദാറ്റ്സ് എ ലൂയിസ് ആസിഡ്. ഇത് എന്തിനുപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും Cl- വലിച്ചെടുത്ത് അതിൻ്റെ ഫലമായിട്ട് Cl+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ രൂപപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കണം. സോ X+ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഓക്കെ, അടുത്തത് നോക്കടാ. ഇതേതാ സാധനം? ഇതേതാ കോമ്പൗണ്ട്? ബെൻസീൻ. ബെൻസീനിലേക്ക് എന്താ ആഡ് ചെയ്ത്? CH3Cl. ആൽക്കൈൽ ക്ലോറൈഡ് ആണോ അസൈൽ ക്ലോറൈഡ് ആണോ? ആൽക്കൈൽ ക്ലോറൈഡ് ആണോ അസൈൽ ക്ലോറൈഡ് ആണോ? വേഗം പറ. ആൽക്കൈൽ ക്ലോറൈഡ് ആണോ അസൈൽ ക്ലോറൈഡ് ആണോ? ചേർത്തത് ആൽക്കൈൽ ക്ലോറൈഡ്. റിയാക്ഷൻ്റെ പേര് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഡയറക്റ്റല്ലടാ, ഈസി അല്ലേ? ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. അടുത്ത് നോക്കടാ. ബെൻസീൻ റിയാക്ട് വിത്ത് മിഥൈൽ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് AlCl3. എന്താ ഉണ്ടാവുന്നല്ലേ? ടൊളീൻ. ബെൻസീനും മീഥൈൽ ക്ലോറൈഡും AlCl3 ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൊളീൻ. ഇവിടുന്ന് Cl പോവും, CH3+ രൂപപ്പെടും, അത് റിങ്ങിൽ കയറി R+ രൂപപ്പെടും. നമ്മൾ പറഞ്ഞില്ലേ, ടൊളീൻ ഉണ്ടാവും കേട്ടോ. ടൊളീൻ. ബെൻസീൻ റിയാക്ട് വിത്ത് അസറ്റൈൽ ക്ലോറൈഡ്. അസറ്റൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അസൈലേഷനെ. ബെൻസീൻ റിയാക്ട് വിത്ത് അസറ്റൈൽ ക്ലോറൈഡ്. അതാണ് അസറ്റൈൽ ക്ലോറൈഡ് പ്ലസ് AlCl3. എന്താ സംഭവിക്കണേ? ഇതിങ്ങനെ അങ്ങ് പോവും. അത് റിങ്ങിൻ്റെ മേലെ പോയി കയറും. മേലെ പോയി കയറിയാലോ COCH3 ഒക്കെയാണ്. ബെൻസീൻ റിയാക്ട് വിത്ത് ഫ്യൂമിൻ നൈട്രിക് ആസിഡ് ആൻഡ് H2SO4. നൈട്രോബെൻസീൻ അവിടെ കാണിച്ചതല്ലേ അതൊക്കെ. ബെൻസീൻ കാറ്റലിറ്റിക്കലി ഹൈഡ്രജനേറ്റഡ്. ആ റിയാക്ഷൻ പറയാൻ ഞാൻ മറന്നുപോയി, പറഞ്ഞുതരാം. നോക്കണം. ബെൻസീനെ ഹൈഡ്രജൻ ബാർ നിക്കലിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ ഒരു ആൽക്കിൻ ടൈപ്പ് അല്ലടാ. ഡബിൾ ബോണ്ട്സ് ഇല്ലേ ഉള്ളിൽ, അതൊക്കെ പോയിട്ട് സിംഗിൾ ബോണ്ട് ആവും, സൈക്ലോഹെക്സൈൻ ആവും. ഓക്കെ, സോ ബെൻസീൻ കാറ്റലിറ്റിക്കലി ഹൈഡ്രജനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈക്ലോഹെക്സൈനായി മാറും. സോ ഞാൻ എടുക്കുന്ന പ്രൊഡക്റ്റ് ടൊളീൻ, ഓപ്ഷൻ ഏതെടുക്കാം? ഡി ഓപ്ഷൻ എടുക്കാം കേട്ടോ. ഇവിടെ ഫ്യൂമിങ് നൈട്രിക് ആസിഡ് എന്ന് പറയണുണ്ട്.
അത് നൈട്രോബെൻസിൽ അവസാനിക്കില്ല, അത് ട്രൈനൈട്രോബെൻസിനായിട്ട് മാറും. ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ റിയാക്ഷൻ നടക്കും. എന്തായാലും നമുക്ക് എന്തിൽ സംശയമൊന്നുമില്ലടാ, ഫസ്റ്റ് കോമ്പൗണ്ട് ടൊളീനാണെന്നും ഈ കോമ്പൗണ്ട് പേരാണ് അസറ്റോഫീനോൺ, സെക്കൻഡ് കോമ്പൗണ്ട് അസറ്റോഫീനോണെന്നൊന്നും സംശയമില്ല. തേർഡ് കോമ്പൗണ്ട് സൈക്ലോഹെക്സൈനാണ്, ഫോർത്ത് കോമ്പൗണ്ട് സൈക്ലോഹെക്സൈനാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കടാ. 1,2-ബെൻസ്പൈറീനീസ് പോളിന്യൂക്ലിയർ ആണ്. ഒന്നിൽ കൂടുതൽ അരോമാറ്റിക് റിങ്ങുള്ള ആളാണത്, പോളിന്യൂക്ലിയർ ആണ്. അതിലുപരി കാർസിനോജനിക് ആണ്, അരോമാറ്റിക്കും ആണ്. ബെൻസീൻ റിങ്ങുകളാണ് 4 ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റായിരിക്കും. നമുക്കിത് ഓൾ ഓഫ് ദിസ് ആക്കാം. ഓൾ ഓഫ് ദിസ് എല്ലാം കറക്റ്റാണ് എന്നാണ് നമുക്ക് എടുക്കാൻ പറ്റും. ഡി ഓപ്ഷൻ എടുക്കാം. ഓക്കെ.